ശ്രീ സന്ദീപ് വാര്യർ, എന്തായാലും അസാധാരണമായ തീവ്രവാദ സാഹചര്യങ്ങളെ നേരിടാനുള്ള NSTയുടെ യൂണിറ്റ് കേരളത്തിലും ആരംഭിക്കുന്ന അയോധ്യയിലും പത്താൻകോട്ടിലും കൂടാതെ അവിടങ്ങളിലെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. കേരളത്തിലും ആരംഭിക്കാൻ പദ്ധതിയിടുന്ന സാഹചര്യം കേന്ദ്ര സർക്കാർ ഈ വർഷം അവസാനത്തോടുകൂടി കേരളത്തിലും പ്രവർത്തനം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നോക്കിക്കാണാം ഈ സാഹചര്യത്തെ? NSGയുടെ യൂണിറ്റുകൾ രാജ്യത്ത് പല ഭാഗങ്ങളായിട്ട് സ്ഥാപിക്കണമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ഒരു നിലപാടാണ്. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിന്റെ സമയത്ത് തീവ്രവാദികളെ നേരിടുന്നതിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് ദിവസങ്ങളോളം വലിയ വീഴ്ച സംഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ തോതിലുള്ള ആൾനാശവും നാശനഷ്ടവും ഒക്കെ അവിടെ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം മണിക്കൂറുകളോളം ദിവസങ്ങളോളം തീവ്രവാദികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള പരിശീലനം സിദ്ധിച്ച NSG കമാൻഡോസിന്റെ യൂണിറ്റുകൾ രാജ്യത്ത് അത്തരം സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ, നമ്മുടെ ഡിഫൻസ് സംവിധാനത്തിന്റെ ഒക്കെ താല്പര്യപ്രകാരമുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേരളവും വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബൗദ്ധികമായിട്ടും സാമ്പത്തികമായിട്ടും മാൻ പവർ ആയിട്ടും സപ്പോർട്ട് നൽകുന്ന ഒരു പിന്തുണ നൽകുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് കേരളം വളരെ വൾണറബിൾ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ മറ്റ് പലതരത്തിലുള്ള ഛിദ്രശക്തികളും മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഛിദ്രശക്തികളുടെ പ്രവർത്തനം എല്ലാം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഇത്തരത്തിലൊരു സാഹചര്യത്തെ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡോ ഫോഴ്സിന്റെ ഒരു കേന്ദ്രം കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള വലിയ കൺസേൺസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും NSGയുടെ ഒരു കേന്ദ്രം കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള പ്രത്യേകിച്ച് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളുണ്ട്. ഇവിടുത്തെ നേവൽ യാർഡുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ISROയുടെ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ ഏഴിമല നേവൽ അക്കാദമി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത കൂടി ഈ കമാൻഡോ ഫോഴ്സിന് മേൽ വരും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു പ്രതികരണത്തിന് സാധിക്കും. മറ്റേ ഡൽഹിയിൽ നിന്ന് വരുന്നത് വരെയോ മുംബൈയിൽ നിന്ന് വരുന്നത് വരെയോ കാത്തിരിക്കേണ്ട സാഹചര്യമില്ലാതെ തന്നെ കേരളത്തിൽ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അതെ, താങ്കൾ പറഞ്ഞ പോലെയാണ് കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, അതിന്റെ സുരക്ഷ അത് പ്രത്യേകിച്ച് അത് വേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പഠാൻകോട്ടാണെങ്കിലും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നു. അയോധ്യയുടെ പ്രാധാന്യം നമുക്കറിയാം, രാമക്ഷേത്രം. കേരളം കൂടി ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് വരാൻ കാരണം ഈ നിരോധിത സംഘടനകളുടെ ഉൾപ്പെടെ ഭീകര സംഘടനകളുടെയൊക്കെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഈ വിഷൻ 2047 എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള. അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് പലരും തമാശയോടെയൊക്കെ അതിനെ നോക്കി കാണുമെങ്കിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് യുവാക്കളെ ഉൾപ്പെടെ ഇത്തരത്തിൽ വളരെ തീവ്രമായ ആശയങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഈ സംഘടനയിലേക്കൊക്കെ അടുപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചെറിയ കുട്ടികൾ പോലും അറിയാമല്ലോ, യാവലും മലരും കരുതി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരെ ഉൾപ്പെടെ ഒരുപക്ഷെ ഭീഷണിയുടെ ഒരു ഭാഷയിലൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ കൂടി ആയിരിക്കില്ലേ ഇപ്പോൾ കേരളം കൂടി അങ്ങനെയാണെങ്കിൽ NSG യൂണിറ്റ് തുടങ്ങണം എന്നൊരാശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്? അത് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ പുറത്തുനിന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ വരുന്നത് ഒരു യൂണിറ്റ് പോരാ, ഒരു 5-6 യൂണിറ്റെങ്കിലും കേരളത്തിൽ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മലയാളികൾ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരളം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു സമുദ്രാതിർത്തി പങ്കിടുന്ന സ്ഥലം, അതുപോലെ തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഴ്ചകൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടും കേന്ദ്ര സർക്കാരുടെയും അതുപോലെ നമ്മുടെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർക്കും കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ആയുധമെടുത്ത് പോരാടാൻ സന്നദ്ധരായി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയത്, ഇറാഖിലും ഒക്കെ പോയത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പെൺകുട്ടികൾ വരെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായി ആയുധ പരിശീലനം കിട്ടിയ പലരും രഹസ്യമായി തിരികെ വന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മൾ അറിയാതെ ജീവിക്കുന്നു എന്നുള്ളതും വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരം യാഥാർത്ഥ്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു മെക്കാനിസം നമ്മുടെ സെക്യൂരിറ്റി ആസ്പെക്റ്റിലുണ്ട്. അപ്പൊ അങ്ങനെ അവരതെല്ലാം അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം രാജ്യത്ത് എവിടെയൊക്കെ NSGയുടെ യൂണിറ്റുകൾ വേണം എന്നുള്ള തീരുമാനമെടുത്തുണ്ടാവുക. ആ തരത്തിൽ കേരളം തീർച്ചയായിട്ടും NSGയുടെ യൂണിറ്റ് വേണ്ട സ്ഥലമാണ് എന്ന് രാജ്യത്തെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും
കേരളത്തിന്റെ ഇന്നത്തെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയിട്ടാണ്. യെസ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.